അത് സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന് അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സാമ്പത്തികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്ത് മറ്റു പരിപാടികൾ കൂടി പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളെയും ഒരു കണ്ടെയ്നർ ടെർമിനലിനെയും 17 മിനി തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു പദ്ധതിക്ക് സർക്കാർ തുടക്കം കുറിക്കും. ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബാക്കും. കാരണം ചെറിയ സ്ഥലത്ത് 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് നമുക്കുള്ളത്. അതിനാവശ്യമായ ഏവിയേഷൻ പ്രോജക്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏവിയേഷൻ ഹബ്ബാക്കി സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ 10,000 MSMEകൾക്ക്, ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് സർക്കാർ പലതരത്തിലുള്ള സഹായം നൽകും. അതെല്ലാം ബജറ്റിൽ പ്രഖ്യാപിക്കും. കാർഷിക മേഖലയെ ഉണർത്താനുള്ള പദ്ധതികളുണ്ടാവും. സഹകരണ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തിരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഏറ്റവും പുതിയ അറിവുകളെ മുഴുവൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റം നമ്മുടെ സർവകലാശാലകളെ, സ്ഥാപനങ്ങളെ എല്ലാം വലിയ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മുടെ പരിസ്ഥിതിയും കാലാവസ്ഥാ വ്യതിയാനവുമായിരിക്കും. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റാണ്, സുസ്ഥിര വികസന മാതൃകയാണ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ താല്പര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.